മാസം 22,500 രൂപ മുതൽ 25,000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസ് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് പറയുന്നത്. വലിയ ടെക്നോളജി ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഈവൻ പ്രായമായവർക്ക് ചെയ്യാം, സ്റ്റുഡൻസിന് ചെയ്യാം, വീട്ടമ്മമാർക്ക് ചെയ്യാം. അല്പം മെനക്കേടാണ് അത് ചെയ്തെടുക്കണമെങ്കിൽ എന്ന് മാത്രം. അല്പം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അടിപൊളി പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ പ്രോഡക്റ്റ് വിറ്റ് നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാനും പറ്റും. ഇതുപോലെയുള്ള ചെറുകിടക്കാരെ സംബന്ധിക്കുന്ന ബിസിനസ് ഐഡിയാസ് ആണ് നമ്മൾ പറയുന്നത്. കാരണം അധികം പണം മുടക്കാനില്ല എങ്കിലും ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളുടെ ചാനൽ പ്രവർത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഈ പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ പല തരത്തിൽ ഉണ്ട്. എന്നാൽ നമ്മളിവിടെ വളരെ ജെനുവിൻ ആയിട്ട് ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച്, ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ച് അല്പം പോലും മായം കലർത്താതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു അരോമ, ഇതിന്റെ ഒരു മണം, ഇതിന്റെ ഒരു ഗുണം എന്നൊക്കെ പറയുന്നത് പ്രത്യേകം എടുത്തു കാണിക്കും. 1-2 തവണ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളവർ 100 പേർക്ക് റെഫർ ചെയ്യുകയും ചെയ്യും. നിരന്തരം അവർ വാങ്ങുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല, ബിരിയാണി മസാലയാണ്. കേരള സ്റ്റൈൽ ബിരിയാണി മസാല. എന്തൊക്കെയാണ് ഇതിന് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും, ഇല്ലെങ്കിൽ ബാക്ക് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കുക. ആദ്യം വേണ്ടത് നമുക്ക് മല്ലിയാണ്, അതായത് കൊത്തമല്ലി 100 ഗ്രാം വേണം. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം വേണം 50 ഗ്രാം, കുരുമുളക് വേണം 30 ഗ്രാം, ഏലക്ക വേണം 20 ഗ്രാം, ഗ്രാമ്പൂ വേണം 20 ഗ്രാം, കറുവാപ്പട്ട വേണം 20 ഗ്രാം, തക്കോലം വേണം 10 ഗ്രാം, വഴനയില വേണം 5 ഗ്രാം. വഴനയില മാത്രം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, കാരണം പെട്ടെന്ന് ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ജാതിക്ക വേണം 1 പീസ്, ജാതിപത്രി വേണം 5 ഗ്രാം, പിന്നെ ചുക്ക് വേണം 10 ഗ്രാം, കശ്മീരി മുളക്, അതായത് കശ്മീരി ചുമന്ന മുളക് ഉണ്ടല്ലോ, അത് 30 ഗ്രാം വേണം. ഇത്രയും സാധനമാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരുന്നത്. ഐറ്റംസ് ഒന്ന് എഴുതിയെടുക്കുക, ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്തൊക്കെയാണ് ഇനി ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. ഇതിനകത്തുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്ത്, സാധാരണ ഒരു തുണി കൊണ്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. ഇനി അതർവൈസ് നിങ്ങൾ നനച്ച്, വെള്ളത്തിലാണ് ക്ലീൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലൈറ്റ് ആയിട്ട് വെള്ളത്തിൽ നനച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം പെട്ടെന്ന് അത് ഉണക്കിയെടുക്കണം. ഇനി ഇതിനു ശേഷം ഇത് ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യേണ്ടത്, എണ്ണ ഒഴിക്കാതെ റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് അടുക്കളയിൽ വീട്ടമ്മമാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. അവരാണ് ചെയ്യുന്നതെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. ഇതിന്റെ ഒരു അരോമ, അതിന്റെ ഒരു മണവും ഒക്കെ വരുന്നവരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫൈൻ പൗഡർ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഓരോന്നോരോന്നായിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇത് ബ്ലെൻഡ് ചെയ്യണം. എല്ലാം കൂടെ പതിയെ ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. എന്നിട്ടത് കൂളാകാൻ അനുവദിക്കണം. കൂളായതിനു ശേഷം നമുക്ക് പാക്ക് ചെയ്യാം. പാക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് അനുവദനീയമായ അളവിലുള്ള പ്ലാസ്റ്റിക് പാക്കിംഗ് കവർ തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ടിന്ന് വാങ്ങിക്കാം, ചില്ല് കുപ്പികൾ വാങ്ങിക്കാം, ഏത് വേണമെങ്കിലും വാങ്ങിക്കാം, നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച്. അതായത് ഈ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ബജറ്റ് താങ്ങുകയും കൂടെ വേണം. പിന്നെ അതിന്റെ പുറത്ത് നമ്മളുടെ ഒരു ലേബൽ ഉണ്ടായിരിക്കണം. അതിനകത്ത് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ പേര് കാണും, കേരള ബിരിയാണി മസാല എന്നുള്ള സംഭവം കാണും. പിന്നെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചത് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. വെയിറ്റ് നമുക്ക് കൊടുക്കാം, അതായത് 100 ഗ്രാം, 50 ഗ്രാം, 280 ഗ്രാം വെയിറ്റ് കൊടുക്കാം. നമ്മളുടെ MRP കൊടുക്കണം, എക്സ്പയറി ഡേറ്റ് കൊടുക്കണം. ഈ ഒരു പ്രോഡക്റ്റിന് നമ്മൾ കൃത്യമായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ 6 തൊട്ട് 12 മാസം വരെ എക്സ്പയറി ഡേറ്റ് കൊടുക്കാൻ പറ്റും. അത് മസ്റ്റ് ആണ്. അതുകൂടാതെ തന്നെ ബാച്ച് നെയിം, ബാച്ച് കോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, FSSAI ലൈസൻസ് നമ്പർ, ഇതെല്ലാം അതിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി മാർക്കറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നമ്മളുടെ നിയർ ബൈ ആയിട്ടുള്ള ഗ്രോസറി ഷോറൂംസ്, അതായത് പലചരക്ക് കടകൾ വഴി, മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ വഴി, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ വഴി
ഈവൻ മാളുകൾ വഴി നമുക്കിത് സപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ ഇവരെല്ലാം എടുക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റുകളുണ്ട്, അവിടെ നമുക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കൂടാതെ ഇറച്ചിക്കടകളിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എല്ലായിടത്തും വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. നിങ്ങൾക്കിനി കുറച്ചുകൂടെ മുമ്പോട്ട് കടന്നു ചെന്ന് ഓൺലൈനിൽ വിൽക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ GSTയും കാര്യങ്ങളും ഒക്കെ വേണ്ടിവരും. തൽക്കാലം ഇവിടെ നമുക്ക് FSSAIയുടെ അതായത് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉപയോഗിച്ച് ബാക്കി നമ്മളുടെ ലോക്കൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഒക്കെ പറയുന്ന തരത്തിലുള്ള ചെറിയ സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളും ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു മസാല നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ലൂസായിട്ട് വിൽക്കാൻ ഒരുപാട് കറങ്ങേണ്ടി വരും. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര പെട്ടെന്ന് ഇത് വിറ്റുപോകുകയോ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാകുകയോ ഒന്നും ചെയ്യത്തില്ല. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. ഇതിനൊക്കെ ടൈം എടുക്കും. ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ എടുക്കും ഇതൊന്ന് സെറ്റായി, ഒരു മാർക്കറ്റ് സെറ്റായി വരാനായിട്ട്. അതുവരെ കഷ്ടപ്പെട്ടേ മതിയാകൂ. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ള രീതി പറയാം. നിങ്ങൾക്ക് കുറച്ചധികം റെസ്റ്റോറൻറ്റുകളെ പാർട്ണറാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഒരു ചുറ്റളവിൽ ഒരു 5-10 കിലോമീറ്റർ ചുറ്റളവിലുള്ള നോൺ വെജ് വിൽക്കുന്ന റെസ്റ്റോറൻറ്റുകൾ തപ്പിയെടുക്കുക. ഇവിടെ വെജ് ആണെങ്കിലും വെജ് ബിരിയാണി ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഓക്കെയാണ്. ഈ റെസ്റ്റോറൻറ്റുകളെ തപ്പിയെടുത്തിട്ട് അവർക്ക് സാമ്പിൾ കൊടുത്തിട്ട് അവരുമായിട്ട് ടൈഅപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കടക്കാരൻ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഒരു 5 കിലോയുടെ ഓർഡർ തരും. അങ്ങനെ ഒരു 10-20 കട നിങ്ങൾക്കുണ്ടെങ്കിൽ, റെസ്റ്റോറൻറ്റുകള്, ഹോട്ടലുകള് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നിങ്ങളുടെ ബിസിനസ് ഓടിത്തുടങ്ങി എന്ന് തന്നെ പറയാം. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ പ്രൊമോഷൻ നടത്താം ഫ്രീ ആയിട്ട്, ഓൺലൈനിൽ കൂടെ വിൽക്കാം ഫ്രീ ആയിട്ട്, സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് വിൽക്കാം. അതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ എടുത്ത സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇന്നത്തെ കോസ്റ്റ് വെച്ച് നമുക്ക് നമ്മളുടെ സ്പൈസസിനെല്ലാം കൂടെ ഒരു 300 രൂപയാകും. പിന്നെ അത് ഗ്രൈൻഡ് ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും ഒക്കെ കൂടെ അധികം ചാർജ് ഒന്നും ആകില്ല. എങ്കിൽ പോലും ഞാനൊരു 100 രൂപ അതിനു വേണ്ടി മാറ്റിവെക്കുന്നു. പിന്നെ നമ്മളുടെ പാക്കേജിങ്, അതിന് 100 രൂപ മാറ്റി വെക്കുന്നു. പിന്നെ ലേബല്, നമ്മളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, മിസ്സലേനിയസ് ആയിട്ടുള്ള എക്സ്പെൻസസും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു 50 രൂപ മാറ്റി വെക്കുന്നു. ടോട്ടൽ കോസ്റ്റ് നമുക്ക് വരുന്നത് 1 കിലോയ്ക്ക് 550 രൂപയാണ്. പക്ഷെ അത്രയും വരില്ല. ഏറ്റവും കൂടി വന്നാൽ 300-350 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് തീർന്നു കിട്ടും. ഏറ്റവും നല്ല ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിന് വിൽക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് MRP ഒരു 800 രൂപ തൊട്ട് 1000 രൂപ വരെ പെർ kgക്ക് MRP ഇട്ട് വിൽക്കാം. അതായത് 100 ഗ്രാം 80 രൂപ, 100 ഗ്രാം 100 രൂപ എന്ന രീതിയിൽ നമുക്കിത് വിൽക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 250 രൂപ മുതൽ 450 രൂപ വരെ പെർ kg ലാഭം കിട്ടും. പറയുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം ടു മാക്സിമം എടുക്കാൻ പറ്റുന്ന ലാഭം 80 രൂപ തൊട്ട് 100 രൂപ വരെയാണ്. അത്രയും എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കടക്കാരൻ 5 കിലോ വാങ്ങിച്ച് അതുപോലെ 5 കടക്കാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ, അതായത് 500 രൂപ പെർ കടയിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആ രീതിയിലുള്ള സെറ്റപ്പ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ മസാലയുടെ ഗുണം പോലെ ഇരിക്കും എങ്ങനെയാണ് അതിന് റേറ്റ് ഇടേണ്ടത്, എങ്ങനെയാണ് അത് കൂട്ടി വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് അത് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ മന്ത്ലി നമ്മൾ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 50 കിലോ ഉണ്ടാക്കാൻ പറ്റുകയാണ് എന്ന് വിചാരിക്കുക. റവന്യൂ നമുക്ക് 50,000 രൂപ, അതായത് 1000 രൂപ വെച്ച് 50,000 രൂപ എന്ന് പിടിക്കുക. എക്സ്പെൻസസ് നമുക്ക് ഏതാണ്ട് 27,500 അടുത്ത് വരും. ഈ ഒരു കാൽക്കുലേഷനിൽ പ്രോഫിറ്റ് 22,500 രൂപ വരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ 22,500 രൂപ. ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പറയുന്നത് പോലല്ല, കണക്ക് പറയുന്നത് പോലല്ല, പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം അതൊക്കെ നിങ്ങൾക്ക് പതിയെ മനസ്സിലാകും. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഇല്ലാതെ വീഡിയോ കേട്ട ഉടനെ മനക്കോട്ട കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ മനക്കോട്ട കെട്ടുന്നവരാണ് വേറൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും അവർക്ക് ദേഷ്യം വന്ന് തേറി പറഞ്ഞിട്ട് പോകുന്നത്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. പ്രാക്ടിക്കലായിട്ട് നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.